ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ പിലോപ്പി മീൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, തേങ്ങയൊന്നും അരക്കാതെ. നല്ല കുറുകിയ ചാറോടുള്ളൊരു കറിയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചതാണിത്. പിന്നെ ഈ മീൻ കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന്റെ വയറിന്റെ ഭാഗത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കറി വെക്കാൻ ശ്രദ്ധിക്കുക. കറിക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അത് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 5 അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. ഞാൻ കറിക്കായിട്ട് കാശ്മീരി ചില്ലി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ കറിക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയെല്ലാം നിങ്ങളുടെ എരിവിന്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം ഈ പൊടികളെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർത്തി വെക്കാം. ഇങ്ങനെ കുതിർത്തി വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും പൊടി എണ്ണയിൽ വഴറ്റുമ്പോഴത്തേക്കും പെട്ടെന്ന് മൊരിഞ്ഞ് കറിയുടെ കളർ മാറി പോകില്ല. അപ്പൊ നല്ല ചുവന്ന കളറിൽ തന്നെ കറി ഇരിക്കും. പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. കറിക്ക് ആവശ്യമുള്ള കുടംപുളിയാണിത്. പുളി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളി ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഉള്ളി ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവർ വഴറ്റി കൊടുക്കണം. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ മൂത്ത് നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ആ വെള്ളത്തോട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള വെള്ളം കുറേശ്ശായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നിങ്ങളുടെ ഗ്രേവിയുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്കായിട്ട് ഞാനിവിടെ 1.5 മുതൽ 2 കപ്പ് വെള്ളം വരെ ഉപയോഗിക്കുന്നുണ്ട്. വെള്ളം ചേർക്കുന്നവർ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാം. ചിലർക്ക് നല്ല തിക്കായിരിക്കണം കറി, അങ്ങനെയുള്ളൊരു വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറി നന്നായിട്ട് തിളച്ചൊന്ന് ചെറുതായിട്ട് കുറുകി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ പുളിയെല്ലാം കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരികയുള്ളു. ഇപ്പോൾ കറിയെല്ലാം തിളച്ച് ഗ്രേവിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ചട്ടി ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞ് കറി നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ചട്ടി മൂടി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് മൂടി മാറ്റിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വീണ്ടും മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ കറി മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കറി ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കറി കൂടുതൽ കുറുകി പോകണ്ട, കുറച്ച് ചാറുപൊടി വേണം നമ്മൾ എടുക്കാനായിട്ട്.
ഈ റെഡിയായ കറിയുടെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി തൂവി കൊടുക്കാം. അതിന് ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കുറച്ച് സമയം ചട്ടി മൂടി വെക്കണം. റെഡിയായ കറി നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയുമാണ് ഈ കറി. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.